good morning. In this video, we are going to discuss about the new chapter Transport in Plants. പ്ലാന്റ്സുകളിലെ ട്രാൻസ്പോർട്ടേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽ മൂവ് ഫ്രം വൺ ടു അനദർ പ്ലേസ്. that is called transportation. ഇവിടെ മെറ്റീരിയലുകൾ എന്തൊക്കെയാണ്? റൂട്ട് വലിച്ചെടുക്കുന്ന വാട്ടറും മിനറൽസും, അതുപോലെ തന്നെ പ്ലാന്റ് സിന്തസൈസ് ചെയ്യുന്ന ഫുഡുകളും, അതുപോലെ തന്നെ ഹോർമോൺസുകളൊക്കെ, ഇതൊക്കെ പ്ലാന്റ്സിലെ വിവിധ ഭാഗങ്ങളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നത്. ഇത് പ്ലാന്റ് ഫിസിയോളജി എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെടുന്ന ഒരു ചാപ്റ്ററാണ്. പ്ലാന്റ് ഫിസിയോളജി എന്ന് പറയുന്ന കാറ്റഗറി 5 ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ്, അത് കഴിഞ്ഞാൽ മിനറൽ ന്യൂട്രീഷനെ കുറിച്ച് പഠിക്കണം, അത് കഴിഞ്ഞാൽ ഫോട്ടോസിന്തസിസ് ഇൻ പ്ലാന്റ്സ്, ദെൻ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്, ഫൈനലി പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഈ 5 ചാപ്റ്ററുകളാണ് ആ ഒരു മൊഡ്യൂളിൽ വരുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ചാപ്റ്ററാണ് നമ്മൾ ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പോൾ ഇവിടെ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്തൊക്കെയാണ്? വാട്ടറും മിനറൽസും ഫുഡും അതുപോലെ തന്നെ ഹോർമോൺസ് ഒക്കെയാണ് ഇവിടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്ലാന്റ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ആസ് കമ്പയർഡ് വിത്ത് ആനിമൽസ്, പ്ലാന്റ്സ് ഡു നോട്ട് ഹാവ് സർക്കുലേറ്ററി സിസ്റ്റം അല്ലേ? ഒരു ആനിമൽസിനുള്ളത് പോലെയുള്ള ഒരു സർക്കുലേറ്ററി സിസ്റ്റം. ആ ഒരു സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ അറിയാലോ, ബ്ലഡും ബ്ലഡ് വെസൽസും ഹാർട്ടും ഒക്കെ ചേർന്നിട്ടുള്ളതാണ് എന്ത്? സർക്കുലേറ്ററി സിസ്റ്റം. എവിടെ? ഹ്യൂമൻ ബീയിങ്സ് അല്ലെങ്കിൽ ആനിമൽസ് എന്ന് പറയുന്നത്. അതുപോലൊരു സർക്കുലേറ്ററി സിസ്റ്റം പ്ലാന്റ്സുകളിൽ ഈ പറയുന്ന സബ്സ്റ്റൻസുകൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനായിട്ടില്ല. അപ്പോൾ അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. സോ പ്ലാന്റ്സുകളിൽ ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ടേഷനും ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ടേഷനും നടക്കുന്നുണ്ട്. ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസ് ഓവർ ഷോർട്ട് ഡിസ്റ്റൻസ് takes place by diffusion and long distance takes place by translocation. അപ്പോൾ എന്താണ് ഷോർട്ട് ഡിസ്റ്റൻസ്? എങ്ങനെയാണ്? ഡിഫ്യൂഷൻ വഴിയോ, അതുപോലെ ലോങ് ഡിസ്റ്റൻസ് എങ്ങനെയാണ്? ട്രാൻസ്ലൊക്കേഷൻ വഴിയുമാണ്. എന്താണ് ട്രാൻസ്ലൊക്കേഷൻ? ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സബ്സ്റ്റൻസുകൾ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത് വാസ്കുലാർ ടിഷ്യൂസിലൂടെ അല്ലെങ്കിൽ വാസ്കുലാർ സിസ്റ്റത്തിലൂടെയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ട്രാൻസ്ലൊക്കേഷൻ. അപ്പോൾ വാസ്കുലാർ ടിഷ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഏതൊക്കെയാണ്? സൈലം ആൻഡ് ഫ്ലോയം അല്ലേ? ദാറ്റ് ഈസ് ദ വാസ്കുലാർ ടിഷ്യൂ. അപ്പോൾ അതുകൊണ്ടാണ് എന്തെന്ന് വിളിക്കുന്നത്? കണ്ടക്റ്റീവ് ടിഷ്യൂസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിന്റെ ഫങ്ഷൻസ് എന്ത് തന്നെയാണ്? കണ്ടക്റ്റിംഗ് വാട്ടർ ആൻഡ് മിനറൽ ഫ്രം വെയർ ടു വെയർ, soil to root and root to different part of the plant body. ഫ്ലോയത്തിന്റെ ഫംഗ്ഷനും അത് തന്നെ. ഫ്ലോയത്തിന്റെ എന്താണ്? പ്ലാന്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് മെറ്റീരിയലുകളെ പ്ലാന്റിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുക. അപ്പോൾ ഈ 2 കേസ് എടുത്താലും അതൊരു ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ടേഷൻ ആണ് അല്ലേ? അപ്പോൾ അതിന് നമുക്ക് എന്തെന്ന് പറയാം? അതൊരു ട്രാൻസ്ലൊക്കേഷൻ പ്രോസസ് ആണ് അല്ലേ? സോ അപ്പോൾ ഇവിടെ സൈലവും ഫ്ലോയവും എന്ന് പറയുന്ന ടിഷ്യൂസ് ആണ് ആ ഒരു ട്രാൻസ്പോർട്ടേഷന് സഹായിക്കുന്നത്. സൈലവും ഫ്ലോയവും എന്താണെന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് ദ കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ അല്ലെങ്കിൽ ദ കണ്ടക്റ്റീവ് ടിഷ്യൂ. സോ വി ക്യാൻ സേ ദാറ്റ് പ്ലാന്റ്സ് ഡു നോട്ട് ഹാവ് സർക്കുലേറ്ററി സിസ്റ്റം, സോ ദേ നീഡ് ടു transport the substances like water, mineral, organic nutrients, growth regulators, that is the hormones, over long distance and short distance. അപ്പോൾ ഇവിടെ ഏതൊക്കെ രീതിയിലാണ് ആ ഒരു പ്ലാന്റ് അതിന്റെ മെറ്റീരിയലുകൾ അല്ലെങ്കിൽ ആ സബ്സ്റ്റൻസുകളെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ 2 രീതിയിൽ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നുണ്ട്. ഡയറക്ഷൻ ഓഫ് ട്രാൻസ്പോർട്ട്, യൂണി ഡയറക്ഷണൽ ട്രാൻസ്പോർട്ടും നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ മൾട്ടി ഡയറക്ഷണൽ ട്രാൻസ്പോർട്ടും നടക്കുന്നുണ്ട്. ഏതൊക്കെയാണ് നടക്കുന്നത്? യൂണി ഡയറക്ഷണൽ ട്രാൻസ്പോർട്ടും നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ മൾട്ടി ഡയറക്ഷണൽ ട്രാൻസ്പോർട്ടും നടക്കുന്നുണ്ട്. എന്താണ് യൂണി ഡയറക്ഷണൽ ട്രാൻസ്പോർട്ട്? യൂണി ഡയറക്ഷണൽ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് ഇൻ സൈലം അല്ലേ? അവിടെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് ഒരു പ്ലാന്റിലെ റൂട്ട് അബ്സോർബ് ചെയ്യുന്ന വാട്ടറും മിനറൽസുകളും, സോയിലിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്ന വാട്ടറും മിനറൽസും സൈലത്തിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു അല്ലേ? അത് എങ്ങോട്ടേക്കാണ്?
റൂട്ട് ടു സ്റ്റെം, ലീഫ് എക്സെട്ര അങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ ആണ്? റൂട്ട് ടു ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ പ്ലാന്റ് ബോഡി ആണ് അല്ലേ? അപ്പോൾ അതൊരു അപ്വേർഡ് കണ്ടക്ഷൻ ആണ്. അപ്വേർഡ് കണ്ടക്ഷൻ അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ്? യൂണി ഡയറക്ഷണൽ ട്രാൻസ്പോർട്ടേഷൻ ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഒരു പ്ലാന്റ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ പ്ലാന്റിലെ റൂട്ടുകൾ സോയിലിൽ നിന്ന് വാട്ടറുകളും മിനറൽസുകളും വലിച്ചെടുക്കുകയും അത് എങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു? ത്രൂ സൈലം ടിഷ്യൂസ് അല്ലേ? സൈലം ടിഷ്യൂസ് വഴി പ്ലാന്റിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് വൺ കൈൻഡ് ഓഫ് ട്രാൻസ്ലോക്കേഷൻ അല്ലേ? അതൊരു ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. അപ്പോൾ അവിടെ ഒരു ബൾക്ക് മൂവ്മെന്റ് ആണ് നടന്നിരിക്കുന്നത്. ഇനി അടുത്ത ടൈപ്പ് ആണത് മൾട്ടി ഡയറക്ഷണൽ ട്രാൻസ്പോർട്ടേഷൻ. വാട്ട് ഈസ് മൾട്ടി ഡയറക്ഷണൽ ട്രാൻസ്പോർട്ടേഷൻ? മൾട്ടി ഡയറക്ഷണൽ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു യൂണി ഡയറക്ഷണൽ ട്രാൻസ്പോർട്ടേഷന്റെ ഭാഗമായിട്ട് സൈലം ട്രാൻസ്പോർട്ട് ചെയ്തിരിക്കുന്ന മിനറൽസുകളും ന്യൂട്രിയൻസുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്ലാന്റ്സിലെ ലീഫ് എന്ന് പറയുന്ന പാർട്ട് എന്ത് സിന്തസൈസ് ചെയ്യുന്നു? ഫുഡ് സിന്തസൈസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഫോട്ടോസിന്തസിസ് അല്ലേ? അപ്പോൾ അവിടെ ആ ഫോട്ടോസിന്തസിന്റെ ഭാഗമായിട്ട് ഫോം ചെയ്യപ്പെടുന്ന ഫുഡ് മെറ്റീരിയലുകളെ എന്ത് ചെയ്യുന്നു? ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ആരാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? അത് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് വേറൊരു വാസ്കുലർ ടിഷ്യൂസ് അവിടെ പ്രസന്റ് ആയിട്ടുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ഫ്ലോയം അല്ലേ? ഫ്ലോയം ട്രാൻസ്പോർട്ടേഷൻ ആണ്. സോ transport of photosynthetic or organic compound, transport of mineral nutrients etc. മിനറൽ ന്യൂട്രിയൻസുകളും അതുപോലെ തന്നെ ഫോട്ടോസിന്തറ്റിക്സ് അതായത് ഓർഗാനിക് കോമ്പൗണ്ടുകൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് മൾട്ടി ഡയറക്ഷണൽ ട്രാൻസ്പോർട്ടേഷൻ ആണ്. വിച്ച് മീൻസ് അപ്വേർഡ് കണ്ടക്ഷൻ ആൻഡ് downward conduction, or we can say that upward transport and downward transport. അപ്പോൾ അവിടെ ഫ്ലോയം എന്ന് പറയുന്ന ടിഷ്യൂസ് ആണ് ബൈഡയറക്ഷണൽ ട്രാൻസ്പോർട്ട് കാണിക്കുന്നത് അല്ലേ? ബൈഡയറക്ഷണൽ എന്ന് പറഞ്ഞാൽ മൾട്ടി ഡയറക്ഷണൽ ട്രാൻസ്പോർട്ട് കാണിക്കുന്നത് ഫ്ലോയം എന്ന് പറയുന്ന ടിഷ്യൂസും യൂണി ഡയറക്ഷണൽ ട്രാൻസ്പോർട്ട് ഏതാണ്? സൈലം ടിഷ്യൂസുമാണ്. ഇതാണ് പ്രധാനമായിട്ടുള്ള രണ്ട് ടൈപ്പ് ട്രാൻസ്പോർട്ട് ഡയറക്ഷൻ. ഓക്കെ, ഇനി അടുത്തത് sometimes the plant hormone and other chemical stimuli are transported in a polarized or unidirectional manner from where they are synthesized to other parts. ചില സമയങ്ങളിൽ പ്ലാന്റ്സ് സിന്തസൈസ് ചെയ്യുന്ന ഹോർമോൺസുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. പ്ലാന്റ് ഗ്രോത്ത് ഹോർമോണുകൾ ഓർ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്, ഓക്സിൻ, സൈറ്റോകൈനിൻ, ഗിബർലിൻ ഇതുപോലുള്ള പദാർത്ഥങ്ങൾ, ഇതുപോലുള്ള ഹോർമോണുകളും യൂണി ഡയറക്ഷണൽ വേയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് സിന്തസൈസ് ചെയ്ത ഭാഗത്ത് നിന്ന് മറ്റുള്ള ഭാഗത്തേക്ക്. ഇപ്പോൾ ഓരോ ഹോർമോണും ഓരോ ലൊക്കേഷനിലാണ് സിന്തസൈസ് ചെയ്യുന്നതെന്ന് ഇമാജിൻ ചെയ്യുക. അങ്ങനെ സിന്തസൈസ് ചെയ്താൽ അത് സിന്തസൈസ് ചെയ്ത ഭാഗത്ത് നിന്ന് വേറൊരു ഭാഗത്തേക്ക് അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഏത് വിധത്തിലായിരിക്കും? യൂണി ഡയറക്ഷണൽ ട്രാൻസ്പോർട്ടേഷൻ വിധത്തിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടുള്ള രണ്ട് ഡയറക്ഷണൽ ട്രാൻസ്പോർട്ട്. ഏതൊക്കെയാണ്? യൂണി ഡയറക്ഷണൽ ട്രാൻസ്പോർട്ട് ആൻഡ് മൾട്ടി ഡയറക്ഷണൽ ട്രാൻസ്പോർട്ട്. Is it clear? Now we are going to discuss about the means of transport. ഇവിടെ പ്രധാനമായിട്ടും മൂന്ന് ടൈപ്പ് ട്രാൻസ്പോർട്ടേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. One is called diffusion, another one is called facilitated diffusion, another one is called active transport. അപ്പോൾ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ആണ്. ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ പറഞ്ഞു ഷോർട്ട് ഡിസ്റ്റൻസും ഉണ്ട്, ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ടേഷനും ഉണ്ട്. ഷോർട്ട് ഡിസ്റ്റൻസ് ഡിഫ്യൂഷൻ പോലുള്ള പ്രോസസ്സുകളും അതുപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്ലോക്കേഷൻ പ്രോസസ് ആണെന്നും പറഞ്ഞു അല്ലേ? അപ്പോൾ അവിടെ പ്രധാനമായിട്ടുള്ള മൂന്ന് ടൈപ്പ് ട്രാൻസ്പോർട്ടേഷനുകളാണ് ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അല്ലെങ്കിൽ നമുക്ക് പറയാം രണ്ട് ടൈപ്പ് ട്രാൻസ്പോർട്ടേഷൻ, പാസീവ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയാം. പാസീവ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു എന്താണ് പാസീവ്, എന്താണ് ആക്റ്റീവ് എന്നൊക്കെ പഠിക്കുന്നുണ്ട്. പാസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനർജി ആവശ്യമായിട്ട് വരുന്നില്ല. ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ എനർജി ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും മൂന്ന് ടൈപ്പ് ട്രാൻസ്പോർട്ടേഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. ഡിഫ്യൂഷൻ പ്രോസസ്സിലൂടെയും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ പ്രോസസ്സിലൂടെയും ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ പ്രോസസ്സിലൂടെയും ഇവിടെ സബ്സ്റ്റൻസുകൾ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കേണ്ടത് എന്താണ് ഡിഫ്യൂഷൻ എന്ന് നോക്കാം. ഓക്കെ, ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
The substance നമ്മൾ ഇവിടെ പഠിക്കുന്നത് എന്താണ്? ട്രാൻസ്പോർട്ടേഷനിലെ വാട്ടർ മിനറൽസുകളൊക്കെയാണ്. അപ്പോൾ നമുക്ക് പറയാം the substance is transported from region of higher concentration to region of lower concentration. ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന് അനുസരിച്ച് കൊണ്ടായിരിക്കും എന്ത് നടക്കുന്നത്? ഡിഫ്യൂഷൻ പ്രോസസ് നടക്കുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. വാട്ട് ഡു യു മീൻ ബൈ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്? എന്താണ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the difference in the concentration of the substance between the two area. അല്ലേ, രണ്ട് ഏരിയകളിലുള്ള സബ്സ്റ്റൻസുകളുടെ കോൺസെൻട്രേഷന്റെ ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത്? കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. അപ്പൊ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഏത് പ്രോസസ് നടക്കുന്നത്? ഡിഫ്യൂഷൻ ആണെങ്കിലും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണെങ്കിലും കോൺസെൻട്രേറ്റഡ് ഗ്രേഡിയന്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്. അപ്പൊ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ here the substance or the molecule transported from region of higher concentration to region of lower concentration. അല്ലേ, രണ്ട് ഏരിയകളുണ്ട്. ഒന്ന് ഹയർ കോൺസെൻട്രേഷനും മറ്റൊന്ന് ലോവർ കോൺസെൻട്രേഷനുമാണ്. ഈ രണ്ട് കോൺസെൻട്രേഷന്റെയും ഡിഫറൻസ് ആണ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. രണ്ട് ഏരിയകളിലുള്ള കോൺസെൻട്രേഷന്റെ ഡിഫറൻസ് ആണ് നമ്മൾ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് അനുസരിച്ചുകൊണ്ട് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് സബ്സ്റ്റൻസുകൾ ലോവർ കോൺസെൻട്രേഷനിലേക്ക് എന്ത് ചെയ്യപ്പെടുന്നു? മൂവ് ചെയ്യപ്പെടുന്നതിനെയാണ് എന്ന് വിളിക്കുന്നത്? ഡിഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. In this process no need of energy required. ഈ ഒരു പ്രോസസ്സിന് എനർജിയുടെ ആവശ്യമില്ല. So we can say that is the passive process. ഇതൊരു പാസീവ് പ്രോസസ് ആണ്. ഈ ഒരു പിക്ചർ നോക്കുക, ഇതൊരു പ്ലാസ്മ മെംബ്രെയിൻ സ്ട്രക്ചർ ആണ്. പ്ലാസ്മ മെംബ്രെയിന്റെ സ്ട്രക്ചർ നമ്മൾ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് അല്ലേ. ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സിംഗർ നിക്കോൾസൺ പ്രപ്പോസ് ചെയ്ത ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലിനെ കുറിച്ച് നമ്മൾ പഠിച്ചതായിരുന്നു. പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ലിപ്പോ പ്രോട്ടീനേഷ്യസ് നേച്ചർ ആണ്. അവിടെ ലിപ്പിഡും കാണപ്പെടുന്നുണ്ട്, പ്രോട്ടീൻസും കാണപ്പെടുന്നുണ്ട്. നോക്കുക, ഇത് ആ ഒരു സ്ട്രക്ചർ ആണ്. ഈ തന്നിരിക്കുന്ന എന്താണ്? സ്പെറിക്കൽ പോളാർ ഹെഡുകളും അല്ലേ, ഈ തന്നിരിക്കുന്ന എന്താണ്? നോൺ പോളാർ ടെയിലുകളുമാണ്. ഈ സെന്ററിൽ വന്നിരിക്കുന്ന എന്താണ്? നോൺ പോളാർ ടെയിലുകളും ഈ രണ്ട് ഹെഡുകൾ അല്ലേ. പെരിഫറൽ ഭാഗത്തായിട്ട് വന്നിരിക്കുന്നത് എന്താണ്? സ്പെറിക്കൽ പോളാർ ഹെഡുകളുമാണ്. അതാണ് ബൈലിപ്പിഡ് ലെയർ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതാണ് ഒരു പ്ലാസ്മ മെംബ്രെയിന്റെ സ്ട്രക്ചർ. ഈ പ്ലാസ്മ മെംബ്രെയിന്റെ ഒരു സ്പെഷ്യാലിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ആയിട്ട് ആ പ്ലാസ്മ മെംബ്രെയിനിലെ പ്രോട്ടീൻ പാർട്ടുകളും കാണപ്പെടുന്നതിനെ കുറിച്ച് പഠിച്ചു അല്ലെ. ഇന്റഗ്രൽ പ്രോട്ടീനെ കുറിച്ചും പെരിഫറൽ പ്രോട്ടീനെ കുറിച്ചും പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇൻട്രിൻസിക് പ്രോട്ടീൻ അല്ലെങ്കിൽ എക്സ്ട്രിൻസിക് പ്രോട്ടീൻ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സ്ട്രക്ചർ പ്ലാസ്മ മെംബ്രെയിൻ എടുക്കുകയാണെങ്കിൽ ആ പ്ലാസ്മ മെംബ്രെയിനിൽ വാട്ടർ മോളിക്യൂളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് മൂവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഹയർ കോൺസെൻട്രേറ്റഡ് റീജിയനിൽ നിന്ന് ലോവർ കോൺസെൻട്രേറ്റഡ് റീജിയനിലേക്കാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡിഫ്യൂഷൻ. ഈ ഡിഫ്യൂഷൻ പ്രോസസ് ഒരു സ്ലോ പ്രോസസ് ആണ്. ഓക്കെ, ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ് എന്താണ്? ഒരു സ്ലോ പ്രോസസ് ആണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിന്റെ പ്രത്യേകത എന്താ? ഹയർ ടു ലോവർ ട്രാൻസ്പോർട്ടേഷൻ ആണ് നടക്കുന്നത്. എനർജി ആവശ്യമായിട്ട് വരുന്നില്ല. ഇതൊരു സ്ലോ പ്രോസസ് ആണ്. Is it clear? ഈ ഒരു ഡിഫ്യൂഷൻ നടക്കുന്നത് ഗ്യാസുകളിലും ലിക്വിഡുകളിലുമാണ്. നമുക്കറിയാം ഗ്യാസിന്റെയും ലിക്വിഡിന്റെയും ഒക്കെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ധാരാളം ഇന്റർസെല്ലുലാർ സ്പേസുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതൊരു റാൻഡം അറേഞ്ച്മെന്റ് ആണ്. ഇപ്പോൾ റീജിയൻ ഓഫ് ഹയർ ടു ലോവർ കോൺസെൻട്രേഷനിലായിരിക്കും അവിടെ എന്ത് ചെയ്യപ്പെടുന്നത്? മോളിക്യൂളുകൾ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഈ കാണിച്ചിരിക്കുന്നത് ഡിഫറെന്റ് മോളിക്യൂളുകളാണ്. ഇവിടെ ഹയർ കോൺസെൻട്രേഷൻ, ഇവിടെ ലോവർ കോൺസെൻട്രേഷൻ. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഡിഫ്യൂഷൻ റേറ്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ചാണ്. One of the factor we already explained, concentration gradient. എന്തായിരുന്നു? concentration gradient അല്ലേ. concentration gradient ഒരു ഫാക്ടർ ആണ്. എന്താണ് concentration gradient എന്ന് പറഞ്ഞതാണ്. അതുപോലെ തന്നെ permeability of the membrane അല്ലേ. ഈ ഒരു മെംബ്രെയിനിന്റെ permeability എന്താണെന്ന് അറിയാമോ? എല്ലാ സബ്സ്റ്റൻസിനെയും അത് കടത്തിവിടണമെന്നില്ല. അപ്പോൾ അതിന്റെ permeability of the membrane വേറൊരു ഫാക്ടർ ആണ്. ടെമ്പറേച്ചർ, പ്രഷർ, ഇതൊക്കെ ഡിഫ്യൂഷൻ റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറുകളാണ്. അപ്പോൾ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിഫ്യൂഷൻ? ഏതൊക്കെയാണ്? കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്, പെർമിയബിലിറ്റി ഓഫ് ദ മെംബ്രെയിൻ, പ്രഷർ, temperature, etc. Is it clear? So we are going to discuss about next one,
facilitated diffusion. What is facilitated diffusion? Facilitated diffusion എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it's a type of diffusion. Diffusion പോലെ തന്നെയാണ്. Here the hydrophilic substances move across along the concentration gradient through a certain protein channel found in the membrane. അതായത് ഈ പ്ലാസ്മ മെംബ്രെയിനിലുള്ള പ്രോട്ടീൻ ചാനലുകളിലൂടെയാണ് ഹൈഡ്രോഫിലിക് സബ്സ്റ്റൻസുകൾ ഹയർ കോൺസെൻട്രേറ്റഡ് റീജിയനിൽ നിന്ന് ലോവർ കോൺസെൻട്രേറ്റഡ് റീജിയനുകളിലേക്ക് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. അപ്പൊ ഇതും എന്താണ്, ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് അനുസരിച്ചുകൊണ്ടാണ് അല്ലേ. അക്രോസ് ദ മെംബ്രെയിനിലൂടെ ആ ഒരു സബ്സ്റ്റൻസുകൾ മൂവ് ചെയ്യുന്നത് ആ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് അനുസരിച്ചുകൊണ്ടാണ്. എന്താണ് കോൺസെൻട്രേറ്റഡ് ഗ്രേഡിയന്റ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെയും ഹയർ ടു ലോവർ കോൺസെൻട്രേഷനിലേക്കാണ് മൂവ്മെന്റ് നടക്കുന്നത്. ഇവിടെയും അതാണ്. പക്ഷേ ഇതിനെ ഡിഫ്യൂഷൻ എന്നാണ് വിളിച്ചത്, സിമ്പിൾ ഡിഫ്യൂഷൻ ആണ്. എന്നാൽ ഇതിനെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് വിളിക്കാനുള്ള ഒരു കാരണം അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പ്രോസസ്സിൽ എന്താവശ്യമായി വരുന്നുണ്ട്, ഒരു സ്പെഷ്യൽ പ്രോട്ടീൻ ചാനൽ മെംബ്രെയിനിൽ ആവശ്യമായി വരുന്നുണ്ട്. സോ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എക്സ്ട്രിൻസിക് പ്രോട്ടീനും ഇൻട്രിൻസിക് പ്രോട്ടീൻസ് എന്നൊക്കെ പറഞ്ഞ് പ്രോട്ടീനുകൾ പ്ലാസ്മ മെംബ്രെയിനുള്ളതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്രോട്ടീൻ ചാനലിലൂടെയാണ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് അനുസരിച്ചുകൊണ്ട് ഹയർ ടു ലോവർ പാർട്ടിലേക്ക് സബ്സ്റ്റൻസുകൾ മൂവ് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. അതിനർത്ഥം ഈ മൂവ്മെന്റ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് ആരാണ്, ഈ ഒരു പ്രോട്ടീൻ ചാനലാണ് അല്ലെ. ആ പർട്ടിക്കുലർ മോളിക്യൂളുകളെ അതിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യിക്കാനായിട്ട് സൗകര്യം ഒരുക്കി കൊടുക്കുന്നത്, ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് ആരാണ്, ഈ പറയുന്ന പ്രോട്ടീൻ ചാനലുകളാണ്. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് വിളിക്കുന്നത്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ ആയല്ലോ? അപ്പോൾ നോക്കുക, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഡിഫ്യൂഷൻ ഓഫ് ഹൈഡ്രോഫിലിക് സബ്സ്റ്റൻസസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെംബ്രെയിൻ പ്രോട്ടീൻ ചാനൽ ആൻഡ് വിതൗട്ട് എക്സ്പെൻഡിച്ചർ ഓഫ് ATP എനർജി. ഇവിടെയും എന്താവശ്യമില്ല, ATP അല്ലെങ്കിൽ എനർജി യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോസസ് അല്ല എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണെങ്കിലും അതുപോലെ തന്നെ ഏതാണ് നമ്മൾ പറഞ്ഞ ഡിഫ്യൂഷൻ ആണെങ്കിലും രണ്ടും എന്താണ്, പാസീവ് ട്രാൻസ്പോർട്ട് ആണ്. ഇനി ഇവിടെ എന്താണ്, ഇവിടെയും കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആവശ്യമാണ്. റീജിയനോ ഹയർ ടു ലോവർ റീജിയനിലേക്കാണ് എന്ത് മൂവ് ചെയ്യപ്പെടുന്നത്, ആ സബ്സ്റ്റൻസുകൾ മൂവ് ചെയ്യപ്പെടുന്നത്. ഇതൊരു സ്പെസിഫിക് പ്രോസസ് ആണ്. സോ സം പ്രോട്ടീൻ ചാനൽസ് ആർ ഓൾവേസ് ഓപ്പൺ. ചില പ്രോട്ടീൻ ചാനലുകൾ, ആ മെംബ്രെയിനിലുള്ള ചില പ്രോട്ടീൻ ചാനലുകൾ എപ്പോഴും ഓപ്പൺ ആയിരിക്കും. സം ആർ കൺട്രോൾഡ്, സം ആർ ലാർജ് സൈസിൽ, ചിലത് ലാർജ് സൈസിൽ ആയിരിക്കും. അങ്ങനെ കാണപ്പെടുന്ന ലാർജ് സൈസിലുള്ള പ്രോട്ടീൻസുകളെ നമ്മൾ എന്തെന്ന് വിളിക്കും, പോറിൻസ് എന്നാണ് വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്, നമ്മൾ വിളിക്കുന്ന പേരാണ് പോറിൻസ് എന്ന് വിളിക്കും, പോറിൻസ്. അപ്പോൾ വാട്ട് ഈസ് പോറിൻസ്? Porins are the proteins that form huge pores in the outer membrane of plastid, mitochondria and some bacteria. Plastidന്റെയും മൈറ്റോകോൺഡ്രിയയുടെയും some bacteriaസിന്റെയൊക്കെ outer membraneകളിൽ വലിയ പോറുകൾ ഉണ്ടാക്കാൻ കഴിയുന്ന പ്രോട്ടീൻസിനെ വിളിക്കുന്ന പേരാണ് പോറിൻസ് എന്ന് വിളിക്കുന്നത്. So molecule having size of small protein can pass through them. So അങ്ങനെയുള്ള കേസുകളിലൊക്കെ എക്സ്ട്രാ സെല്ലുലാർ മോളിക്യൂളുകൾ, സെല്ലിന് പുറത്തുള്ള മോളിക്യൂളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആ പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്യുകയും അതിനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് എന്തിനെ റിലീസ് ചെയ്യിക്കുന്നു, സെല്ലുകളിലേക്ക് ആ മോളിക്യൂളുകളെ റിലീസ് ചെയ്യിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെയുള്ള മോളിക്യൂളുകൾ ഈ ഒരു പ്രോട്ടീനിലൂടെയാണ് ഔട്ട്സൈഡ് ദ സെല്ലിൽ നിന്ന് ഇൻസൈഡ് ദ സെല്ലിലേക്ക് എത്തുന്നത് അല്ലേ. അപ്പോൾ പോറിൻസ് ഉപയോഗിക്കുന്നത്, പോറിൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീനാണ്. ആ പ്രോട്ടീൻസ് അവിടെ എന്ത് സഹായിക്കുന്നുണ്ട്, വലിയ പോറുകൾ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അത് സാധാരണ എവിടെയൊക്കെ കാണുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. One of the example, water channel that is made up of 8 type of aquaporine. വാട്ടർ ചാനൽ എന്ന് പറയുന്നത് എന്താണ്, 8 ടൈപ്പ് aquaporins കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒന്നാണ് വാട്ടർ ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താണ്, സബ്സ്റ്റൻസുകൾ മൂവ് ചെയ്യുന്നത് ഹയർ റീജിയനിൽ നിന്ന് ലോവർ റീജിയനിലേക്കാണ്. അതിന് എന്താവശ്യമായിട്ട് വരുന്നുണ്ട്, ഒരു സ്പെഷ്യൽ പ്രോട്ടീൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. Such type of diffusion is called facilitated diffusion. Here also no need of ATP or no need of energy. Is it clear? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്തൊരു കൺസെപ്റ്റ് ആണ്
ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻസിന്റെ ടൈപ്പുകൾ. 3 ടൈപ്പ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനുകൾ നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോൾ ചിന്തിക്കുന്നത് എന്താണ്? ഒരു പ്ലാസ്മ മെംബ്രെയിനും അതിലെ പ്രോട്ടീനുകളും അതിലൂടെയുള്ള ട്രാൻസ്പോർട്ടേഷൻ ആണ്. അപ്പോൾ അവിടെയും എന്ത് രീതിയിലാണ് നടക്കുന്നത്? റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ, അങ്ങനെയാണ് അവിടുത്തെ സബ്സ്റ്റൻസുകൾ മൂവ് ചെയ്യുന്നത്. നമ്മൾ പ്രധാനമായിട്ടും 3 ടൈപ്പ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ പഠിക്കുന്നുണ്ട്. യൂണിപോർട്ട്, ആന്റിപോർട്ട്, സിംപോർട്ട്. ഏതൊക്കെയാണ്? യൂണിപോർട്ട്, ആന്റിപോർട്ട്, സിംപോർട്ട്. യൂണിപോർട്ട്, ആന്റിപോർട്ട്, സിംപോർട്ട്. So we know that facilitated diffusion and diffusions are the passive transport. Here the facilitated diffusion types we already explained: uniport, antiport and symport. Okay, എന്താണ് uniport എന്ന് നോക്കാം. Look here, one of the plasma membrane is given, certain proteins also given. Okay, ഈ പ്രോട്ടീനിലൂടെയുള്ള ട്രാൻസ്പോർട്ടിനെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? മോളിക്യൂളുകൾ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു ത്രൂ പ്രോട്ടീൻസ്. എങ്ങനെയാണ്? ഹയർ ടു ലോവർ കോൺസെൻട്രേഷനിലേക്ക്. ദാറ്റ് ഈസ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഇവിടെ മോളിക്യൂളുകൾ മൂവ് ചെയ്യുന്നത് നോക്കുക. എ മോളിക്യൂൾ alone moves across the membrane through transport or carrier protein. Here molecule move across a membrane independent of other molecule. ഒരുപാട് മോളിക്യൂളുകൾ ഉണ്ടാവും അല്ലേ? അപ്പോൾ ആ ഒരു മോളിക്യൂളുകൾ മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? മോളിക്യൂൾ move across a membrane independent of other molecule. Such type of facilitated diffusion is called what? Uniport. A molecule alone moves across a membrane through transport or carrier protein. അല്ലേ? അതിനെയാണ് എന്തെന്ന് പറയുന്നത്? യൂണിപോർട്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം molecule move across the membrane independent of other molecule. That is called uniport. The next one is antiport. Look here, antiport. Antiport കേസിൽ എങ്ങനെയാണ്? 2 മോളിക്യൂളുകൾ നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 2 ടൈപ്പ് മോളിക്യൂൾ അല്ലേ? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോളിക്യൂൾ. ജസ്റ്റ് കൺസിഡർ A and B. These 2 molecules are move in opposite direction. അല്ലേ? ഒരാൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്, മറ്റേ ആൾ അവിടെ നിന്ന് ഈ സൈഡിലേക്ക് മൂവ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരു മൂവ്മെന്റ് ആണെങ്കിൽ, ഇത്തരത്തിലുള്ള ഒരു ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കുന്നു? ആന്റിപോർട്ട് എന്ന് വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? ആന്റിപോർട്ട് എന്ന് വിളിക്കുന്നു. Then finally the symport. What do you mean by symport? എന്താണ് symport എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? Symport എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ both the molecules together cross the membrane in the same direction. ഇവിടെ ഏതൊക്കെ മോളിക്യൂളുകൾ ഉണ്ടോ ആ മോളിക്യൂളുകൾ എല്ലാം തന്നെ ഒരേ ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, ഒരേ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ മെംബ്രെയിനെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ such type of facilitated diffusion is called what? Symport. എന്താ വിളിക്കുന്നത്? Symport. ക്ലിയർ ആയോ? അപ്പൊ ഒറ്റൊരു മോളിക്യൂളുകൾ ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അത് യൂണിപോർട്ടും, 2 മോളിക്യൂളുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണെങ്കിൽ അത് ആന്റിപോർട്ടും, 2 മോളിക്യൂളുകൾ ഒരേ ഡയറക്ഷനിലേക്കാണെങ്കിൽ അതിനെ എന്ത് വിളിക്കും? സിംപോർട്ട് എന്ന് വിളിക്കുന്നു. അപ്പൊ നമ്മൾ ഈ തന്നിരിക്കുന്നത് എന്താണ്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻസിന്റെ ഒരു ടൈപ്പ് ആണ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഈ പറഞ്ഞതൊക്കെ എന്താണ്? പാസീവ് ട്രാൻസ്പോർട്ട് ആണ്. Is it clear? Next we are going to discuss about the active transport. What do you mean by active transport? Of course we already know that here the energy required or ATP is required. What is active transport? Here that particular transport or the substances are move against the concentration gradient through a membrane. Against the concentration gradient. Concentration gradient against ആയിട്ടാണ് ഇവിടെ സബ്സ്റ്റൻസുകൾ മൂവ് ചെയ്യുന്നത്. ഏതിലൂടെ? മെംബ്രെയിനിലൂടെ. ഓക്കെ, അപ്പോൾ അവിടെയും എന്താവശ്യമായിട്ട് വരുന്നുണ്ട്? ഒരു സ്പെഷ്യൽ പ്രോട്ടീൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ട്രാൻസ്പോർട്ടേഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ. ഇറ്റ് ഈസ് ദ ട്രാൻസ്പോർട്ട് ഓഫ് മോളിക്യൂൾ against the concentration gradient. Against concentration gradient means from lower concentration to higher concentration. അതായത് കുറഞ്ഞ കോൺസെൻട്രേഷൻ ഉള്ള ഭാഗത്ത് നിന്ന് കൂടിയ കോൺസെൻട്രേഷൻ ഉള്ള ഭാഗത്തേക്കാണ് ആ സബ്സ്റ്റൻസുകൾ മൂവ് ചെയ്യുന്നതെങ്കിൽ such a type of transportation is called active transportation. അത് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ആണ്. ഈ ഒരു പ്രോസസ്സിന് എന്ത് ആവശ്യമാണ്? എനർജി ആവശ്യമാണ്. It is carried out by membrane protein. അപ്പോൾ ഈ ലോയിൽ നിന്ന് ഹൈയിലോട്ടുള്ള ട്രാൻസ്പോർട്ടേഷനും ക്യാരി ചെയ്യുന്നത് ആരാണ്? മെംബ്രെയിൻ പ്രോട്ടീൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ പറഞ്ഞില്ലേ, അവിടുത്തെ ആ ഒരു മെംബ്രെയിൻ പ്രോട്ടീൻസ് തന്നെയാണ് എന്തും ക്യാരി ചെയ്യുന്നത്, ആക്റ്റീവ് ട്രാൻസ്പോർട്ടും ക്യാരി ചെയ്യുന്നത്. നേരത്തെ കാണിച്ച അതേ പിക്ചറിൽ തന്നെ ഒരു ചെറിയ വേരിയേഷൻ വരുന്നുണ്ട്. ഇതൊരു പ്ലാസ്മ മെംബ്രെയിൻ ആണ്, ഇത് ലോവർ കോൺസെൻട്രേഷൻ, ഇത് ഹയർ കോൺസെൻട്രേഷൻ ആണ്. ഇവിടെ
കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് എഗെയിൻസ്റ്റ് ആയിട്ടാണ് സബ്സ്റ്റൻസുകൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ കുറഞ്ഞ ഭാഗത്ത് നിന്ന് കൂടിയ ഭാഗത്തേക്ക് ഒരു പ്രോട്ടീനിലൂടെയാണ് എന്ത് മൂവ് ചെയ്യപ്പെടുന്നത്, ആ സബ്സ്റ്റൻസുകൾ മൂവ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അവിടെ എന്ത് യൂട്ടിലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ATP യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ അവിടെ എനർജി ആവശ്യമായി വന്നിട്ടുണ്ട്. എനർജി എന്ന് പറയുന്നത് എന്താണ്, ATP ആണ്, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന പ്രോസസ്സിനെ നമുക്ക് അപ്ഹിൽ ട്രാൻസ്പോർട്ട് എന്ന് കൂടി വിളിക്കാം. അപ്ഹിൽ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്ക് ഒരു മെംബ്രെയിൻ പ്രോട്ടീനിലൂടെയാണ് ആ സബ്സ്റ്റൻസുകൾ മൂവ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് അപ്ഹിൽ ട്രാൻസ്പോർട്ട്. എന്താ വിളിക്കുന്നത്, അപ്ഹിൽ ട്രാൻസ്പോർട്ട്. എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. So active transporting features okay alle. Active transporting എന്ന് പറയുന്ന carrier proteins are very specific. These are sensitive to inhibitor that react with the protein side chain. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ. ഇവിടെ 3 ടൈപ്പ് ട്രാൻസ്പോർട്ട് പ്രോസസ്സും കാണിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു കമ്പാരിസൺ ചാർട്ട് ആണ്, ജസ്റ്റ് നോക്കുക. റിക്വയർസ് മെംബ്രെയിൻ പ്രോട്ടീൻ, അതാണ് പ്രോപ്പർട്ടീസ്. ഹൈലി സെലക്റ്റീവ്, ട്രാൻസ്പോർട്ട് സാച്ചുറേറ്റ്, അപ്ഹിൽ ട്രാൻസ്പോർട്ട്, റിക്വയർസ് എനർജി. 3 പിക്ചറും തന്നിട്ടുണ്ട്. ഇത് ഡിഫ്യൂഷൻ ആണ്, ഇത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണ്, ഇതെന്താണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. നോക്കുക, റിക്വയർസ് മെംബ്രെയിൻ പ്രോട്ടീൻ. സിമ്പിൾ ഡിഫ്യൂഷനിൽ അങ്ങനെ ഒരു പ്രോട്ടീന്റെ ആവശ്യമില്ല, എന്നാൽ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ അത് ആവശ്യമാണ്. അതുപോലെ തന്നെ എന്താണ് മെംബ്രെയിൻ പ്രോട്ടീൻ എവിടെയും ആവശ്യമാണ്, ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലും ആവശ്യമാണ്. നമ്മൾ എസ് കൊടുത്തു. ഇനി ഹൈലി സെലക്റ്റീവ്, സിമ്പിൾ ഡിഫ്യൂഷൻ ഹൈലി സെലക്റ്റീവ് അല്ല, എന്നാൽ ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ടും ആക്റ്റീവ് ട്രാൻസ്പോർട്ടും എങ്ങനെയാണ്, ഹൈലി സെലക്റ്റീവ് ആണ്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് സാച്ചുറേറ്റ്, ഇവിടെ സിമ്പിൾ ഡിഫ്യൂഷൻ എങ്ങനെയാണ്, സാച്ചുറേറ്റ് അല്ല, എന്നാൽ ഇവിടെ രണ്ടിടത്തും എന്താണ്, ഹൈലി സാച്ചുറേറ്റ് ആണ്. അപ്ഹിൽ ട്രാൻസ്പോർട്ട് സിമ്പിൾ ഡിഫ്യൂഷനിലും ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ടും കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് അനുസരിച്ചുകൊണ്ടാണെങ്കിൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എങ്ങനെയാണ്, against the concentration gradient, or we can say that from region of lower concentration to region of higher concentration. The next one requires ATP energy. Simple diffusion, facilitated diffusion അല്ലെങ്കിൽ facilitated transportation എന്താവശ്യമില്ല, എനർജി ആവശ്യമില്ല, എന്നാൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ എന്താവശ്യമാണ്, എനർജി ആവശ്യമാണ്. These are the comparison of different transport process. Is it clear? So അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ ആണ് അല്ലേ, പ്ലാന്റ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. അതിലെ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് നമ്മൾ ഈ 3 എണ്ണം പഠിച്ചിരിക്കുന്നത്. ഏതൊക്കെ, ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. Is it clear? Next one, plant water relation. It's very important. Another one of the concept, plant water relation. നോക്കുക, എന്താണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് നമുക്ക് ആദ്യം നോക്കാം. നമുക്കറിയാം വാട്ടർ ഇസ് എ യൂണിവേഴ്സൽ സോൾവെന്റ്. എന്തുകൊണ്ടാണ് വാട്ടറിനെ യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് വിളിക്കുന്നത്? ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ സബ്സ്റ്റൻസസ് ആർ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ അല്ലേ. പ്രോട്ടോപ്ലാസം ഈസ് മെയിൻലി വാട്ടർ ഇൻ വിച്ച് വേരിയസ് molecules are dissolved and suspended. Soft plant parts mostly contain water. Example, watermelon. It has 92% water. Watermelon എടുത്താൽ 92% എന്താണ്, വാട്ടർ ആണ്. അതുപോലെ herbaceous plant have only 10 to 15% dry matter. Dry seed and woody part also contain little water. Even dry seed എടുത്താലും woody parts എടുത്താലും അവിടെയും എന്തുണ്ട്, വാട്ടർ കാണുന്നുണ്ട്. A mature corn plant absorbs 3 liters of water daily. ഒരു മെച്ചോർഡ് ആയിട്ടുള്ള കോൺ പ്ലാന്റ്, ചോളത്തിന്റെ പ്ലാന്റ് എടുത്തിട്ടുണ്ടെങ്കിലും അതും എന്താണ്, ഡെയിലി ഒരു 3 ലിറ്റർ വാട്ടർ എങ്കിലും അബ്സോർബ് ചെയ്യുന്നുണ്ട്. A mustard plant absorbs water equal to its own weight in about 5 hours. മസ്റ്റാർഡ് പ്ലാന്റ്, കടുക് പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ ആ കടുക് പ്ലാന്റ് വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതിന്റെ വെയിറ്റിന് ഈക്വൽ ആയിട്ടുള്ള അത്രയും വാട്ടറിനെ ഓരോ 5 അവേഴ്സിലും അതെന്ത് ചെയ്യുന്നുണ്ട്, അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇതൊരു പ്ലാന്റ് വാട്ടർ റിലേഷൻസിനെ കുറിച്ച് പറയാനായിട്ട് നമ്മൾ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ കൊടുത്തതേ ഉള്ളൂ. സോ വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ഓൾ ദ ലിവിംഗ് ഓർഗാനിസം അല്ലേ. പ്ലാന്റ്സ് ആണെങ്കിലും ആനിമൽസ് ആണെങ്കിലും എന്താണ്, വാട്ടർ എസെൻഷ്യൽ ആണ്. നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് പ്ലാന്റ് വാട്ടർ റിലേഷൻസുകളാണ്. അപ്പോൾ നമുക്ക് അതിന് കുറച്ച് കൺസെപ്റ്റുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെയാണ് ആ കൺസെപ്റ്റുകൾ കേൾക്കാൻ പോകുന്നത്. So here we are going to discuss about the first concept, water potential. What do you mean by water potential? It is the potential energy of water. Waterന്റെ potential energy ആണെന്ന് പറയുന്നത് water potential, or we can say that water potential is the difference in the free energy of
Water potential is the difference in the free energy of water molecule in a solution and pure water. Pure water ലെയും സൊല്യൂഷനിലെയും വാട്ടർ മോളിക്യൂളുകളുടെ ഫ്രീ എനർജി ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വാട്ടർ പൊട്ടൻഷ്യൽ. അപ്പൊ എന്താണ് വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് വാട്ടർ. ഇവിടെ വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൊല്യൂഷനിലെ വാട്ടർ മോളിക്യൂളുകളും ഒരു പ്യുവർ വാട്ടറിലെ വാട്ടർ മോളിക്യൂളുകളിലെയും ഫ്രീ എനർജി ഡിഫറൻസ്. ഫ്രീ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെമിക്കൽ പൊട്ടൻഷ്യൽ ആണ് അവിടെ പറയുന്നത്. ദാറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ദ എബിലിറ്റി ഓഫ് വാട്ടർ മോളിക്യൂൾ ടു മൂവ് ഫ്രീലി ഇൻ സൊല്യൂഷൻ. It is expressed in pressure unit such as Pascal. ഇത് എക്സ്പ്രസ് ചെയ്യുന്നത് ഏത് യൂണിറ്റിലാണ്? പ്രഷറിന്റെ യൂണിറ്റിലാണ് എന്ന് എക്സ്പ്രസ് ചെയ്യുന്നത്. ഈ പറയുന്ന വാട്ടർ പൊട്ടൻഷ്യൽ എക്സ്പ്രസ് ചെയ്യുന്നത് സോ their unit is Pascal. അല്ലേ? പ്രഷറിന്റെ യൂണിറ്റ് ആണ് ഇത് പാസ്കൽ അല്ലെങ്കിൽ PA. So we already know that water molecule have kinetic energy in liquid and gaseous form. They show random, rapid and constant motion. As the concentration of the water in a system increases, the kinetic energy or water potential also increases. ഒരു വാട്ടറിലെ കോൺസെൻട്രേഷൻ കൂടുകയാണെങ്കിൽ അവിടെ എന്തും ഇൻക്രീസ് ചെയ്യപ്പെടും? കൈനറ്റിക് എനർജി അല്ലെങ്കിൽ വാട്ടർ പൊട്ടൻഷ്യലും എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യപ്പെടുന്നുണ്ട്. As the concentration of water in a system increases, its kinetic energy also increases. Hence pure water will have greatest water potential. So ഇവിടെ നോക്കുക, ഇവിടെ ഒരു മെമ്പറൈൻ തന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് വാട്ടർ മോളിക്യൂളുകളാണ്, ഇവിടെ ഗ്ലൂക്കോസ് ആണ്. അപ്പോൾ ഗ്ലൂക്കോസ് സൊല്യൂഷൻ, ഇതൊരു സൊല്യൂഷൻ ആണ്. സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ്. ഇത് വാട്ടർ മോളിക്യൂളുകളാണ് അല്ലേ? വാട്ടർ മോളിക്യൂളുകൾ എന്ന് പറയുമ്പോൾ അറിയാലോ, അതൊരു പ്യുവർ വാട്ടർ ആയിട്ട് കൺസിഡർ ചെയ്യാം, സോൾവെന്റുമാണ്. അപ്പോൾ ഇതിന്റെ തമ്മിലുള്ള ഫ്രീ എനർജി ഡിഫറൻസ് ആണ് എന്ന് പറയുന്നത് വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ പ്രഷർ ആൻഡ് ദ യൂണിറ്റ് ഈസ് പാസ്കൽ. ഈ വാട്ടർ പൊട്ടൻഷ്യൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് psi W എന്ന ലെറ്ററിലാണ്. So this particular water potential is indicated by psi. ഈ ഒരു ലെറ്ററിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വാട്ടർ പൊട്ടൻഷ്യൽ റെപ്രസെന്റ് ചെയ്യുന്നത് psi എന്നുള്ള ഗ്രീക്ക് ലെറ്റർ അല്ലേ? psi W, അതിനർത്ഥം എന്താ? വാട്ടർ പൊട്ടൻഷ്യൽ എന്നാണ്. അത് അപ്പോൾ വാട്ടർ പൊട്ടൻഷ്യൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏതാണ്? psi W എന്നുള്ള ലെറ്ററിലാണ്. ഈ ഒരു വാട്ടർ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയാലാണ് നമുക്ക് അടുത്ത കൺസെപ്റ്റിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ. നോക്കുക, ഇവിടെ ഒരു ബീക്കർ തന്നിട്ടുണ്ട്. ഈ ഒരു ബീക്കറിൽ നമ്മൾ നോക്കുക, സെമി പെർമിയബിൾ മെമ്പറൈൻ കൊണ്ട് ആ ഒരു ബീക്കറിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്യുവർ വാട്ടറും ഇവിടെ എന്താണ് ഒരു സൊല്യൂഷനുമാണ് തന്നിരിക്കുന്നത്. സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ സൊല്യൂട്ടും സോൾവെന്റും ഉണ്ട്. പ്യുവർ വാട്ടറിൽ അവിടെ വാട്ടർ ആണ് അല്ലേ? സോൾവെന്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? വാട്ടർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ കൺസെപ്റ്റ് പറയാൻ പോകുന്നത്. വാട്ടർ പൊട്ടൻഷ്യൽ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഫ്രീ എനർജി ഡിഫറൻസ് ആണ്. എവിടെയുള്ള പ്യുവർ വാട്ടറിലെയും സൊല്യൂഷനിലെയും ഒരു ഫ്രീ എനർജി ഡിഫറൻസ് ആണ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് വാട്ടർ, ദാറ്റ് ഈസ് കോൾഡ് വാട്ടർ പൊട്ടൻഷ്യൽ. ഇവിടെ വാട്ടർ മോളിക്യൂളുകൾ മൂവ് ചെയ്യുന്നത് ഹയർ വാട്ടർ പൊട്ടൻഷ്യൽ ഉള്ള ഭാഗത്ത് നിന്ന് ലോവർ വാട്ടർ പൊട്ടൻഷ്യൽ ഉള്ള ഭാഗത്തേക്കായിരിക്കും. ഒരു ഡിഫ്യൂഷൻ തന്നെയാണ് അല്ലേ? ഇതും ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് അനുസരിച്ചുകൊണ്ടാണ് വാട്ടർ മോളിക്യൂളുകൾ മൂവ് ചെയ്യുന്നത്. ഈ ഒരു ബീക്കറിൽ നമ്മൾ സൊല്യൂഷനും അതുപോലെ പ്യുവർ വാട്ടറും എടുത്തിട്ടുണ്ട്. അതിന് സെമി പെർമിയബിൾ മെമ്പറൈൻ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കറിയാം സെൽ മെമ്പറൈൻ എന്ന് പറയുന്നത് ഒരു സെമി പെർമിയബിൾ മെമ്പറൈൻ ആണ്, നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വാട്ടർ മോളിക്യൂളുകൾ മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഹയർ എനർജി സിസ്റ്റം, അതായത് ഹയർ വാട്ടർ പൊട്ടൻഷ്യൽ ഉള്ള ഭാഗത്ത് നിന്ന് ലോവർ എനർജി സിസ്റ്റം, അതായത് ലോവർ വാട്ടർ പൊട്ടൻഷ്യൽ ഉള്ള ഭാഗത്തേക്കാണ്. അതിനെ നമുക്ക് ഡിഫ്യൂഷൻ എന്ന് നമ്മൾ പറഞ്ഞു. ആ ഒരു പ്രോസസ്സിൽ അവിടെ ഒരു സെമി പെർമിയബിൾ മെമ്പറൈൻ ആവശ്യമായി വന്നാൽ അതിനെ നമ്മൾ വേറൊരു ടേംസിലാണ് അറിയപ്പെടുന്നത് ഓസ്മോസിസ്. അതിനെ എന്തെന്ന് വിളിക്കും? ഓസ്മോസിസ് എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? ഓസ്മോസിസ്. അപ്പോൾ region of higher water potential to region of lower water potential through a semi permeable membrane, that is called osmosis. ആ കൺസെപ്റ്റ് അവിടെ നിൽക്കട്ടെ. നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് വാട്ടർ പൊട്ടൻഷ്യലിനെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ പറയാനുണ്ട്. അപ്പോൾ വാട്ടർ മോളിക്യൂളുകൾ ഈ ഒരു സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഹയർ വാട്ടർ പൊട്ടൻഷ്യൽ ഉള്ള ഭാഗത്ത് നിന്ന് ലോവർ വാട്ടർ പൊട്ടൻഷ്യൽ ഉള്ള ഭാഗത്തേക്കാണ് പോകുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുത്തു. ഇവിടെ ഒരു പ്യുവർ വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എന്താണ്? ഒരു ഇമ്പ്യൂരിറ്റീസും ഇല്ല അല്ലേ? പ്യുവർ വാട്ടർ എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ഇമ്പ്യൂരിറ്റീസും ഇല്ല. അതുകൊണ്ട് തന്നെ
പ്യുവർ വാട്ടറിന്റെ, അതുകൊണ്ട് തന്നെ പ്യുവർ വാട്ടറിന്റെ വാട്ടർ പൊട്ടൻഷ്യൽ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. പ്യുവർ വാട്ടറിന്റെ വാട്ടർ പൊട്ടൻഷ്യൽ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം എന്താണ്? അതിൽ ഒരു സൊല്യൂട്ട് പാർട്ടിക്കിളുകളും ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? വാട്ടർ പൊട്ടൻഷ്യൽ എപ്പോഴും 0 ആയിരിക്കും. അപ്പൊ പ്യുവർ വാട്ടറിന്റെയും സൊല്യൂഷന്റെയും എന്താണ്? ഫ്രീ എനർജി ഡിഫറൻസ് ആണ് വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു. ഇവിടെ വാട്ടർ പൊട്ടൻഷ്യൽ ഓഫ് പ്യുവർ വാട്ടർ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ. സോ അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു പ്യുവർ വാട്ടറിലേക്ക് കുറച്ച് സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യിപ്പിക്കുകയാണ് അല്ലെ. അപ്പൊ സൊല്യൂട്ട് ഇട്ട് കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഡിസോൾവ് ചെയ്യപ്പെട്ടു. അങ്ങനെ വരുന്ന കേസിൽ ഇവിടുത്തെ വാട്ടറിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്യപ്പെട്ടു. സോ ദേ റെഡ്യൂസ് ദ വാട്ടർ പൊട്ടൻഷ്യൽ. അപ്പൊ പ്യുവർ വാട്ടറിൽ സൊല്യൂട്ട് ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? ആ ഒരു വാട്ടർ പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്തു. സോ വി ക്യാൻ സേ ദാറ്റ് വാട്ടർ പൊട്ടൻഷ്യൽ ഓഫ് സൊല്യൂഷൻ ഈസ് ലോവർ ദാൻ പ്യുവർ വാട്ടർ. ഇനി ഈ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് നമുക്ക് പറയാം, വാട്ടർ പൊട്ടൻഷ്യൽ കൂടണമെങ്കിൽ അവിടെ എന്തിന്റെ കോൺസെൻട്രേഷൻ കുറയണം? സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കുറഞ്ഞാൽ മാത്രമാണ് വാട്ടർ പൊട്ടൻഷ്യൽ കൂടത്തുള്ളൂ അല്ലേ. അതുപോലെ തന്നെ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടിയാലോ വാട്ടർ പൊട്ടൻഷ്യൽ കുറയുകയും ചെയ്യുന്നു. അപ്പൊ സൊല്യൂട്ട് കൂടുമ്പോൾ, സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുമ്പോൾ വാട്ടർ പൊട്ടൻഷ്യൽ കുറയുകയും സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കുറയുമ്പോൾ വാട്ടർ പൊട്ടൻഷ്യൽ കൂടുകയും ചെയ്യുന്നു. ഓക്കെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു psi of pure water that is equal to 0 അല്ലേ. psi of pure water that is equal to 0 ഏത് കണ്ടീഷനിലാണ്? നോർമൽ ടെമ്പറേച്ചറിലും പ്രഷറിലും പ്യുവർ വാട്ടറിന്റെ വാട്ടർ പൊട്ടൻഷ്യൽ 0 ആണ്. എന്നാൽ അങ്ങോട്ടേക്ക് നമ്മൾ കുറച്ച് സൊല്യൂട്ട് ഇട്ട് കൊടുത്തപ്പോൾ അവിടെ വാട്ടർ പൊട്ടൻഷ്യൽ കുറഞ്ഞിട്ടുണ്ട് അല്ലേ, കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ വാട്ടർ പൊട്ടൻഷ്യൽ കുറയുകയാണ് ചെയ്തത്. സോ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ലോവറിംഗ് ഓഫ് വാട്ടർ പൊട്ടൻഷ്യൽ ഡ്യൂ ടു dissolution of solute is called solute potential or osmotic potential. അപ്പോ ഇവിടെ നമ്മൾ ഇട്ടുകൊടുത്ത സൊല്യൂട്ട് ആണ് ആ പറയുന്ന വാട്ടറിലെ വാട്ടർ പൊട്ടൻഷ്യൽ കുറയാൻ കാരണമായത്. അതിനെ വിളിക്കുന്ന പേരാണെന്ന് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ psi s എന്നുകൊണ്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. എന്താണ് വിളിക്കുന്നത്? സൊല്യൂട്ട് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ psi s. അപ്പൊ നോക്കുക, ഇവിടെ പ്യുവർ വാട്ടറിലേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്ത് കൊടുത്തപ്പോഴാണ് അവിടെ എന്ത് സംഭവിച്ചത്? വാട്ടർ പൊട്ടൻഷ്യൽ കുറഞ്ഞത്. കാരണം വാട്ടർ കോൺസെൻട്രേഷൻ കുറഞ്ഞതിന്റെ ഭാഗമായിട്ട് വാട്ടർ പൊട്ടൻഷ്യൽ കുറയുകയും ചെയ്തു. സോ വി ക്യാൻ സേ ദാറ്റ് ഈസ് ദ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ അല്ലേ. അപ്പൊ എന്താണ് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ? The amount by which the water potential is reduced as a result of the presence of solute അല്ലേ. സൊല്യൂട്ടിന്റെ പ്രസൻസില് അവിടുത്തെ വാട്ടർ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ഓർ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ഓർ വി ക്യാൻ റെപ്രസെന്റ് psi s. ഓക്കെ. അപ്പൊ വാട്ടർ പൊട്ടൻഷ്യലിന്റെ ഒരു ഫാക്ടർ കൂടിയാണ് നമ്മൾ പറയുന്നത് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ അല്ലേ. സൊല്യൂട്ട് കോൺസെൻട്രേഷൻ എന്താണ്? ഒരു ഫാക്ടർ ആണ്, വാട്ടർ പൊട്ടൻഷ്യലിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ. സൊല്യൂട്ടിന്റെ പ്രസൻസിൽ അവിടെ എന്ത് സംഭവിച്ചു? വാട്ടർ പൊട്ടൻഷ്യൽ റെഡ്യൂസ് ചെയ്തു. ദാറ്റ് ഈസ് കോൾഡ് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ. സോ വി ക്യാൻ സേ ദാറ്റ് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ഈസ് നെഗറ്റീവ്. എപ്പോഴും എന്തായിരിക്കും? സൊല്യൂട്ട് പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആയിരിക്കും. So this solute potential is equal to that of the osmotic pressure. Okay, അത് നമ്മൾ പഠിക്കുന്നുണ്ട്. But it has negative value. ഇവിടെ എന്താണ്? നെഗറ്റീവ് വാല്യൂ ആണ്. കാരണം സൊല്യൂട്ട് ആഡ് ചെയ്തപ്പോഴാണ് എന്ത് സംഭവിച്ചത്? ഇവിടെ അവിടുത്തെ വാട്ടർ പൊട്ടൻഷ്യൽ കുറയുകയാണ് ചെയ്തത്. So that particular solute potential value is always negative. So we can say that here the psi value of solute is always negative. കാരണം എന്താണ്? The more the solute molecule, the lower is the psi. അല്ലേ. ഇവിടെ സൊല്യൂട്ട് കൂടുന്നതനുസരിച്ച് കൊണ്ട് അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? വാട്ടർ പൊട്ടൻഷ്യൽ കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ psi വാല്യൂ എന്താണ്? നെഗറ്റീവ് ആയിരിക്കും. For a solution at atmospheric pressure, water potential of psi W equal solute potential. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ എങ്ങനെയാണ് psi W യുടെ വാല്യൂസ് ഈക്വൽ ആണ് ആരുമായിട്ട്? നമ്മുടെ സൊല്യൂട്ട് പൊട്ടൻഷ്യലുമായിട്ട്. പക്ഷേ അവിടുത്തെ സൈനിലാണ് വ്യത്യാസം. സൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നെഗറ്റീവ് സൈൻ ആയിരിക്കും അവിടെ കൊടുക്കേണ്ടത്. അതായത് വാട്ടർ പൊട്ടൻഷ്യൽ ഡിഫ്യൂഷൻ പ്രഷർ ഡെഫിസിറ്റിന് ഈക്വൽ ആയിരിക്കും, പക്ഷേ നെഗറ്റീവ് സൈൻ ആയിരിക്കും. So what is DPD? The amount by which diffusion pressure of a solution is lower than its pure solvent.
ഓക്കെ, അപ്പൊ എന്താണ് DPD? The amount by which diffusion pressure of a solution is lower than its pure solvent. അതിന്റെ പ്യുവർ സോൾവെന്റുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ അതിനേക്കാൾ കുറവാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിഫ്യൂഷൻ പ്രഷർ ഡെഫിസിറ്റ് അല്ലേ? ഒരു സൊല്യൂഷനിലെ ഡിഫ്യൂഷൻ പ്രഷറിന്റെ എമൗണ്ട് അതിന്റെ പ്യുവർ സോൾവെന്റിനേക്കാൾ കുറവാണെങ്കിൽ അതിനെയാണ് ഡിഫ്യൂഷൻ പ്രഷർ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ പ്രഷർ ഡെഫിസിറ്റിന് ഈക്വൽ ആണ്, ബട്ട് ദ വാല്യൂ ഈസ് നെഗറ്റീവ്. ഓക്കെ, ഇനി എന്താണ് ഡിഫ്യൂഷൻ പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ പ്രഷർ എക്സേർട്ടഡ് ബൈ മോളിക്യൂൾ അല്ലേ? ആ ഒരു ഡിഫ്യൂഷൻ പ്രോസസ്സിൽ എക്സേർട്ട് ചെയ്യപ്പെടുന്ന പ്രഷർ, ആ മോളിക്യൂളുകൾക്കിടയിൽ എക്സേർട്ട് ചെയ്യപ്പെടുന്ന പ്രഷർ ആണെന്ത്? ഡിഫ്യൂഷൻ പ്രഷർ. ഇവിടെ സ്വാഭാവികമായിട്ടും വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സൊല്യൂട്ട് പൊട്ടൻഷ്യലിന് ഈക്വൽ ആണ്. എന്നാൽ അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? അവർ വാല്യൂ നെഗറ്റീവ് ആണ്. കാരണം സൊല്യൂട്ട് കൂടുന്തോറും വാട്ടർ പൊട്ടൻഷ്യൽ എന്ത് സംഭവിച്ചിട്ടുണ്ട്? കുറഞ്ഞിട്ടുണ്ട്. Is it clear? ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. Then, if a pressure greater than atmospheric pressure is applied to a pure water or a solution, its water potential increases. It is equivalent to the pumping water from one place to another. When water enters a plant cell due to diffusion, it causes a pressure against the cell wall. It makes the cell turgid. This increases the pressure potential. അപ്പോൾ നമ്മൾ ഇവിടെ രണ്ട് ഫാക്ടറുകളെ കുറിച്ചാണ് പറയുന്നത്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വാട്ടർ പൊട്ടൻഷ്യൽ. വാട്ടർ പൊട്ടൻഷ്യലിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടറുകൾ ഒരെണ്ണം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതായിരുന്നു? സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ഡിസ്കസ് ചെയ്തു. ആ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു. ഇനി അടുത്തതാണെങ്കിൽ പ്രഷർ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ psi p എന്ന് റെപ്രസെന്റ് ചെയ്യാൻ പോവുകയാണ്. psi p, വാട്ട് യു മീൻ ബൈ പ്രഷർ പൊട്ടൻഷ്യൽ? അല്ലെങ്കിൽ നമുക്ക് വേറൊരു പേര് കൊടുക്കാം, ടർഗർ പ്രഷർ ഓർ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. എന്താണ് ടർഗർ പ്രഷർ അല്ലെങ്കിൽ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ? So what is pressure potential? It is the positive pressure that develops in a system due to the osmotic entry of water molecule into it. അല്ലേ? ഒരു പാർട്ടിലേക്ക് വാട്ടർ മോളിക്യൂളുകൾ ഓസ്മോസിസ് വഴി എൻ്റർ ചെയ്യുമ്പോൾ ഡെവലപ്പ് ചെയ്യപ്പെടുന്ന പ്രഷറാണ് എന്ത്? പ്രഷർ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ, അല്ലെങ്കിൽ നമുക്ക് അവിടെ പറയാം ടർഗർ പ്രഷർ. ദിസ് പർട്ടിക്കുലർ പ്രഷർ പൊട്ടൻഷ്യൽ ഈസ് ഓൾവേസ് എന്തായിരിക്കും? പ്രഷർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. പ്രഷർ പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആയിരിക്കും. So it is the positive hydrostatic pressure that developed in a system due to the osmotic entry of water into it. അല്ലേ? അതിലേക്ക് വാട്ടർ എൻ്റർ ചെയ്യാൻ നേരം, ഓസ്മോസിലൂടെ വാട്ടർ എൻ്റർ ചെയ്യാൻ നേരം അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ആണ് എന്ന് പറയുന്നത് പ്രഷർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. സോ ദ പ്രഷർ പൊട്ടൻഷ്യൽ ഈസ് ഓൾവേസ് പോസിറ്റീവ്. So we can say that the psi of water potential, that psi W equal psi S plus psi P. Is it clear? വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ഫാക്ടറുകൾ അഫക്ട് ചെയ്യുന്നുണ്ട്. സൊല്യൂട്ട് പൊട്ടൻഷ്യലും പ്രഷർ പൊട്ടൻഷ്യലും എന്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട്? വാട്ടർ പൊട്ടൻഷ്യലിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് വാട്ടർ പൊട്ടൻഷ്യൽ ഈക്വൽ ടു ദാറ്റ് ഓഫ് psi of solute potential or solute potential plus pressure potential. So the solute potential is negative and the pressure potential is positive. What is solute potential? What is pressure potential? Is it clear? അപ്പോൾ നമ്മൾ അവസാനം വാട്ടർ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കി. സൊല്യൂട്ട് പൊട്ടൻഷ്യലും പ്രഷർ പൊട്ടൻഷ്യലും ചേർന്നാണ് വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്രീ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്യുവർ വാട്ടർ ആൻഡ് സൊല്യൂഷൻ അല്ലേ? സൊല്യൂഷനിലാണ് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ വരുന്നത് അല്ലേ? സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ സൊല്യൂട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെയാണ് എന്ത്? പ്രഷർ പൊട്ടൻഷ്യലും വരുന്നത്. എന്താണ് പ്രഷർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ പോസിറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഡെവലപ്ഡ് ഇൻ എ സിസ്റ്റം ഡ്യൂ ടു ദ ഓസ്മോട്ടിക് എൻട്രി of water into it അല്ലേ? that is called pressure potential. pressure potential പോസിറ്റീവ് ആണ്, അതുപോലെ തന്നെ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ എന്താണ്? നെഗറ്റീവ് ആണ്. ഇതിൽ നിന്ന് വേറൊരു കൺസെപ്റ്റ് കൂടി നമ്മൾ പഠിച്ചെടുത്തിട്ടുണ്ട്. എന്താണെന്നു? വാട്ടർ പൊട്ടൻഷ്യൽ കൂടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ എങ്ങനെയായിരിക്കും? കുറയും അല്ലേ? സൊല്യൂട്ട് പൊട്ടൻഷ്യൽ കുറഞ്ഞാൽ വാട്ടർ പൊട്ടൻഷ്യൽ എങ്ങനെയാണ്?
കൂടുകയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് മനസ്സിലുണ്ടാകണം. അപ്പൊ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ നോക്കുക. സൊല്യൂട്ട് പൊട്ടൻഷ്യൽ psi s എന്ന് പറയുന്നത് കൂടിയാൽ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ഹൈ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ പൊട്ടൻഷ്യൽ അവിടെ എന്താണ്? ലെസ് ആണ് അല്ലേ, കുറവാണ്. സൊല്യൂട്ട് കൂടുന്തോറും വാട്ടർ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നു? കുറയുന്നു. സൊല്യൂട്ട് പൊട്ടൻഷ്യൽ കൂടുന്തോറും വാട്ടർ പൊട്ടൻഷ്യൽ കുറയുന്നു. അങ്ങനെയാണെങ്കിൽ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ കുറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സൊല്യൂട്ട് പൊട്ടൻഷ്യൽ കുറയുമ്പോൾ വാട്ടർ പൊട്ടൻഷ്യൽ എന്ത് സംഭവിക്കുന്നു? വാട്ടർ പൊട്ടൻഷ്യൽ കൂടുന്നു അല്ലേ, വാട്ടർ പൊട്ടൻഷ്യൽ കൂടുന്നു. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. വാട്ടർ പൊട്ടൻഷ്യൽ കൂടുന്ന കണ്ടീഷനും വാട്ടർ പൊട്ടൻഷ്യൽ കുറയുന്ന കണ്ടീഷനും മനസ്സിലാക്കി വെക്കുക. എങ്കിൽ മാത്രമേ അടുത്ത കൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആവത്തുള്ളൂ. Here the solute potential is high, which means water potential is less. Here the solute potential is less, which means water potential is high. Is it clear? Okay. ഇതാ നമ്മൾ ആ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് പ്യുവർ വാട്ടറിൽ സൊല്യൂട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ 0 ആണ്, അതുപോലെ പ്രഷർ പൊട്ടൻഷ്യൽ 0 ആണ്. ഇത് നോർമൽ ടെമ്പറേച്ചറിലും പ്രഷറിലുമാണ്. ഈ ഒരു കണ്ടീഷനിൽ നെഗറ്റീവ് വാല്യൂ അവിടെ കൊടുക്കേണ്ടതില്ല. അപ്പൊ psi വാല്യൂ എപ്പോഴും എന്താണ്? 0 തന്നെയാണ്. എന്നാൽ അതൊരു സൊല്യൂഷനിലേക്ക് എടുക്കുമ്പോൾ 0.1 മോളാർ സൊല്യൂഷൻ ആണ്. സൊല്യൂഷനിൽ സൊല്യൂട്ട് ഉണ്ട്. സൊല്യൂട്ട് ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ടും വാട്ടർ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? അവിടെ കുറവായിരിക്കും. നോക്കാം, psi s എന്ന് പറയുന്നത് കുറവാണ് അല്ലെ, 0യേക്കാൾ കുറവാണ് നെഗറ്റീവ് എന്ന് പറയുന്ന വാല്യൂ അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സൊല്യൂട്ട് കൂടിയാൽ ആ വാല്യൂ എപ്പോഴും നെഗറ്റീവ് ആണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഡിഫ്യൂഷൻ പ്രഷർ ഡെഫിസിറ്റ് ആണ് അല്ലെ. ഡിഫ്യൂഷൻ പ്രഷറിൽ അവിടെ കുറവ് വന്നിട്ടുണ്ട്, അപ്പൊ അത് നെഗറ്റീവ് വാല്യൂ ആണ്. പക്ഷേ psi ഓഫ് പ്രഷർ എന്ന് പറയുന്നത് എപ്പോഴും 0 തന്നെയാണ്. പ്രഷർ 0 തന്നെയാണ്. അതൊരു പോസിറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ആണ് അവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പ്രഷർ പൊട്ടൻഷ്യൽ 0 ആണ്. എന്നാൽ സൊല്യൂട്ട് എന്ന് പറയുന്നത് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ എത്രയാണ്? നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്നത് 0.4 ആണ്. 0.4 എന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ കുറഞ്ഞൊരു വാല്യൂ ആണ് അല്ലേ. അപ്പൊ അവിടുത്തെ വാട്ടർ പൊട്ടൻഷ്യൽ എത്ര തന്നെയാണ്? നെഗറ്റീവ് വാല്യൂ തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അത് തന്നെയല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കാം, psi w equal psi s plus psi p. അപ്പൊ psi s എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ, psi p എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടുത്തെ വാല്യൂ എന്തായിരിക്കും? വാട്ടർ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പറയാം സൊല്യൂട്ട് പൊട്ടൻഷ്യലും പ്രഷർ പൊട്ടൻഷ്യലുമാണ് വാട്ടർ പൊട്ടൻഷ്യലിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറുകൾ. അതിന്റെ റിലേഷൻഷിപ്പ് ആണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത്. ഏതാണ് കൊടുത്തിരിക്കുന്നത്? psi w equal psi s plus psi p. Is it clear? ഇനി നമ്മൾ ഇതിന്റെ ബേസിലുള്ള ഒരു കൺസെപ്റ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഏതാണ് പഠിക്കാൻ പോകുന്നത്? ഇതിന്റെ ബേസിലുള്ള ഒരു കൺസെപ്റ്റ്, that is called ഓസ്മോസിസ്. എന്താണ് ഓസ്മോസിസ്? വേറൊന്നുമല്ല, നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഡിഫ്യൂഷൻ. അതൊരു ടൈപ്പ് ഡിഫ്യൂഷൻ ആണ്. സ്പോണ്ടേനിയസ് ഡിഫ്യൂഷൻ ഓഫ് വാട്ടർ അക്രോസ് എ ഡിഫറൻഷ്യലി ഓർ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയാം. ഓസ്മോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിയർ ദ സബ്സ്റ്റൻസസ് ഓർ വാട്ടർ മോളിക്യൂൾസ് മൂവ് ഫ്രം റീജിയൻ ഓഫ് ഹയർ വാട്ടർ പൊട്ടൻഷ്യൽ ടു റീജിയൻ ഓഫ് ലോവർ വാട്ടർ പൊട്ടൻഷ്യൽ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. അതായത് അവിടെയുള്ള വാട്ടർ മോളിക്യൂളുകളെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് എന്തുണ്ട്? ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉണ്ട്. അങ്ങനെ സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ വാട്ടർ പൊട്ടൻഷ്യൽ കൂടിയ ഭാഗത്ത് നിന്ന് വാട്ടർ പൊട്ടൻഷ്യൽ കുറഞ്ഞ ഭാഗത്തേക്ക് എന്ത് മൂവ് ചെയ്യപ്പെടുന്നു? സബ്സ്റ്റൻസുകൾ മൂവ് ചെയ്യപ്പെടുന്നു. ദാറ്റ് ഈസ് കോൾഡ് ഓസ്മോസിസ്. എക്സാമിന് ചോദിക്കുന്നതാണ്. നമ്മൾ നേരത്തെ ഒരു ബീക്കറിൽ വരച്ചു. ഓക്കെ, അതൊരു സെല്ലിന്റെ കേസിൽ പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, എന്താണ് ഓസ്മോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the substances are moved from region of higher concentration to region of lower concentration through a semi permeable membrane. ഇവിടെ higher concentration എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? higher water potential to lower water potential. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഓസ്മോസിസ് എന്ന് മനസ്സിലായി. Cell membrane and tonoplast are important determinants of movement of molecule in or out of a plant cell, but cell wall is not a barrier to movement as it is permeable to water and substance in solution. നമുക്കറിയാം പ്ലാസ്മ മെംബ്രെയിൻ ആണ് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ എക്സാമ്പിൾ. അതുപോലെ തന്നെ ടോണോപ്ലാസ്റ്റ് വാക്യൂളിനെ സറൗണ്ട് ചെയ്ത് കാണപ്പെടുന്ന സിംഗിൾ മെംബ്രെയിനെ വിളിക്കുന്ന പേരാണ് ടോണോപ്ലാസ്റ്റ്. അതൊക്കെ എന്താണ്? ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണ്. അതിലൂടെ മോളിക്യൂളുകൾ ഇൻ ആൻഡ് ഔട്ട് അല്ലെ പുറത്തേക്കും അകത്തേക്കും പോകുന്നു. സോ വി ആർ ഗോയിങ് ടു എക്സ്പ്ലെയിൻ അബൌട്ട് ദ ഓസ്മോസിസ്. ഓക്കെ, ഓസ്മോസിസ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്കൊരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു സൊല്യൂഷൻസ് ആണ് ഇവിടെ ഉള്ളത്. സൊല്യൂഷൻ എയും സൊല്യൂഷൻ ബിയും. ഓക്കെ, എ എന്ന് പറയുന്ന സൊല്യൂഷനും ബി എന്ന് പറയുന്ന സൊല്യൂഷനെ
പ്രത്യേകം നോക്കുക. എയിലും ബിയിലും സൊല്യൂട്ട് ഉണ്ട്, സോൾവെന്റും ഉണ്ട്. സോൾവെന്റ് വാട്ടർ ആണ്. അതിനെ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത് ആരെ കൊണ്ടാണ്? സെമി പെർമിയബിൾ മെംബ്രെയിൻ കൊണ്ടാണ്. സൊല്യൂഷൻ എയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൊല്യൂട്ട് കുറവാണ് അല്ലേ. സൊല്യൂട്ട് കുറവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ എഴുതേണ്ടത്? ലോ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ആണ് അല്ലേ. ലോ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ആണുള്ളത് അല്ലേ. സൊല്യൂട്ട് പൊട്ടൻഷ്യൽ കുറവാണ്. സൊല്യൂട്ട് പൊട്ടൻഷ്യൽ കുറഞ്ഞാൽ വാട്ടർ പൊട്ടൻഷ്യൽ എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും അല്ലേ. ഇനി അടുത്ത് നോക്കാം ബി. ബിയുടെ കേസ് എടുക്കുമ്പോൾ അവിടുത്തെ സൊല്യൂഷനിൽ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ എങ്ങനെയാണ്? കൂടുതലാണ് അല്ലേ. സൊല്യൂട്ട് പൊട്ടൻഷ്യൽ എന്താണ്? അവിടെ ഹൈ ആണ്. അങ്ങനെ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ഹൈ ആയാൽ വാട്ടർ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? അവിടെ ലോ ആയിരിക്കും ആണല്ലോ. ഈ കൺസെപ്റ്റ് നമ്മൾ നേരത്തെ വാട്ടർ പൊട്ടൻഷ്യലിന്റെ കേസിൽ പഠിച്ചതല്ലേ. അപ്പോൾ നോക്കാം, വാട്ടർ പൊട്ടൻഷ്യൽ ഇവിടെ കൂടിയിരിക്കുന്നത് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ കുറഞ്ഞ ഭാഗത്താണ് വാട്ടർ പൊട്ടൻഷ്യൽ കൂടുതലുള്ളത്. സൊല്യൂട്ട് പൊട്ടൻഷ്യൽ കൂടിയ ഭാഗത്ത് വാട്ടർ പൊട്ടൻഷ്യൽ കുറവാണ്. നമ്മൾ നേരത്തെ സൊല്യൂട്ട് കൂടുന്തോറും വാട്ടർ പൊട്ടൻഷ്യൽ റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും, സൊല്യൂട്ട് കുറയുന്തോറും വാട്ടർ പൊട്ടൻഷ്യൽ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഏത് ഡയറക്ഷനിലായിരിക്കും ഓസ്മോസിസ് നടക്കുന്നത്? ഓസ്മോസിസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ ടു എ സെമി പെർമിയബിൾ മെംബ്രെയിൻ, or we can say that the substance move from region of higher water potential to region of lower water potential. ഇവിടെ ഹയർ ഏതിലാണുള്ളത്? എ ആണ് അല്ലേ. അപ്പൊ എയിൽ നിന്ന് ബിയിലേക്കായിരിക്കും എന്ത് മൂവ് ചെയ്യുന്നത്? സബ്സ്റ്റൻസുകൾ മൂവ് ചെയ്യുന്നത് ത്രൂ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ദാറ്റ് ഈസ് കോൾഡ് ഓസ്മോസിസ്. Net direction and rate of osmosis depends on pressure gradient and concentration gradient. നമ്മൾ പറഞ്ഞതാണ് പ്രഷർ ഗ്രേഡിയന്റിനെയും കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും അവിടുത്തെ ഓസ്മോസിസിന്റെ റേറ്റ് അല്ലെങ്കിൽ ഓസ്മോസിസ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് പ്രഷർ ഗ്രേഡിയന്റ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് അതിനെ ഡിപ്പെൻഡ് കൊണ്ടായിരിക്കും എന്ത് നടക്കുന്നത്? അത് ഓസ്മോസിസ് നടക്കുന്നത്. അപ്പോൾ ഓസ്മോസിസ് ഈ ഒരു കേസിൽ അതിന്റെ ഡയറക്ഷൻ എ ടു ിലേക്കാണ്. ഇത് ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ ഒരു കൺസെപ്റ്റ് കൂടി നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് ഈ ഒരു കേസുകളിൽ ഇവിടെയൊക്കെ കുറച്ചുകൂടി എന്ത് സൊല്യൂട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെയൊക്കെ നിറയെ സൊല്യൂട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഉണ്ട്. ഏകദേശം രണ്ടിടത്തും ഒരേപോലെ സൊല്യൂട്ട് ആണെങ്കിൽ എന്താ സംഭവിക്കുന്ന? രണ്ടിടത്ത വാട്ടർ പൊട്ടൻഷ്യലും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പൊ അതിൽ ഒരു മാറ്റവും നടക്കത്തില്ല. ആ ഒരു സെല്ലിന്റെ മൂവ്മെന്റ് എങ്ങനെയായിരിക്കും? ഇക്വിലിബ്രിയത്തിലായിരിക്കും അല്ലേ. ഇവിടെയുള്ള അതേ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ തന്നെ സൊല്യൂഷൻ ബിയിലും ഉണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും? ഇക്വിലിബ്രിയത്തിലായിരിക്കും. വാട്ടർ മൂവ്സ് ഫ്രം its region of higher chemical potential to its region of lower chemical potential until equilibrium is reached. At equilibrium the two chambers should have the same water potential. equilibrium എത്തുമ്പോൾ അത് രണ്ടിലും എന്തായിരിക്കും? ഈക്വൽ വാട്ടർ പൊട്ടൻഷ്യൽ ആയിരിക്കും. Is it clear? ഈ ഒരു കൺസെപ്റ്റ് കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. So next we are discussing about the demonstration of osmosis. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് ഓസ്മോസിസ് പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ഇതാണ്. എന്ത് എക്സ്പെരിമെന്റ് ആണ് തന്നിരിക്കുന്നത്? തിസിൽ ഫണൽ എക്സ്പെരിമെന്റ് എന്നാണ് ഇതിന്റെ പേര്. ഇതിൽ ഈ കാണിച്ചിരിക്കുന്നതാണ് എന്ത്? തിസിൽ ഫണൽ എന്ന് പറയുന്നത്. ഈ കാണിച്ചിരിക്കുന്നുണ്ടല്ലോ, ഇതാണ് തിസിൽ ഫണൽ. ഒരു ബീക്കർ ഉണ്ട്. ഇതിൽ ചെയ്തിരിക്കുന്നത് ബീക്കറിനകത്ത് എന്താണ്? പ്യുവർ വാട്ടർ ആണ്. ഓക്കെ, പ്യുവർ വാട്ടർ എന്ന് പറയുമ്പോൾ അവിടെ എന്താ? സോൾവെന്റ് മാത്രമേ ഉള്ളൂ, സൊല്യൂട്ട് ഇല്ല അല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും പ്യുവർ വാട്ടറിലെ നമുക്കറിയാം വാട്ടർ പൊട്ടൻഷ്യൽ 0 ആണ് അല്ലേ. അപ്പൊ ഇവിടെ വാട്ടർ പൊട്ടൻഷ്യൽ പ്യുവർ വാട്ടറിലാണ് എന്ത്? ഹൈ ആയിട്ടുള്ളത് ആണല്ലോ. പ്യുവർ വാട്ടറിൽ കേട്ടോ, അത് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ എന്താണ്? വാട്ടർ പൊട്ടൻഷ്യൽ ഹൈ ആണ്. കാരണം സൊല്യൂട്ട് കുറവുള്ളടുത്ത് വാട്ടർ പൊട്ടൻഷ്യൽ കൂടുതലാണ്. ഇനി തിസിൽ ഫണലിൽ എന്താണുള്ളത്? സൊല്യൂഷൻ ആണുള്ളത്, സൂക്രോസ് സൊല്യൂഷൻ. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അവിടെ സോൾവെന്റും ഉണ്ട്, സൊല്യൂട്ടും ഉണ്ട്. അപ്പൊ അവിടുത്തെ സൂക്രോസ് സൊല്യൂഷന്റെ ഒരു പ്രത്യേകത നോക്കിക്കേ, സൊല്യൂഷൻ ഉണ്ട് അല്ലെ. നോക്കിക്കേ, അവിടെ സൊല്യൂട്ട് ഉണ്ട്. സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുന്തോറും വാട്ടർ പൊട്ടൻഷ്യൽ എങ്ങനെയാണ്? കുറയുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ വാട്ടർ പൊട്ടൻഷ്യൽ എങ്ങനെയാണ്? കുറവാണ് അല്ലെ, ലെസ് ആണ്. അപ്പൊ ഏത് ഡയറക്ഷനിലേക്കായിരിക്കും ഓസ്മോസിസ് നടക്കുന്നത്? വാട്ടറിൽ നിന്ന് സൊല്യൂഷനിലേക്കായിരിക്കും നടക്കുന്നത് ഓസ്മോസിസ് നടക്കുന്നത്. അതായത് ഹയർ വാട്ടർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ വാട്ടർ പൊട്ടൻഷ്യലിലേക്ക് എന്ത് മൂവ് ചെയ്യപ്പെടും? വാട്ടർ മോളിക്യൂൾ മൂവ് ചെയ്യപ്പെടും. ഏതിലൂടെ? സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഈ ഒരു അപ്പാരറ്റസ് എങ്ങനെയാണെന്ന് നോക്കാം. A thistle funnel filled with sucrose solution is kept inverted in a beaker containing pure water. ബീക്കറിൽ പ്യുവർ വാട്ടറും എന്നാൽ സൂക്രോസ് സൊല്യൂഷൻ എവിടെയാണ്? thistle funnel ആണ്. അത്
ഇൻവേർട്ടഡ് ആയിട്ടാണ് ബീക്കറിൽ വെച്ചിരിക്കുന്നത്. ഇനി അത് രണ്ട് സൊല്യൂഷനുകളെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സെമി പെർമിയബിൾ മെമ്പറൈൻ കൊണ്ടാണ് നമ്മുടെ എക്സൽ മെമ്പറൈൻ സെമി പെർമിയബിൾ മെമ്പറൈൻ ഒരു എക്സാമ്പിൾ ആണ്. ഇനി ഇവിടെ ഏത് ഡയറക്ഷനിലാണ് മൂവ്മെന്റ് നടക്കുന്നത്? വാട്ടർ മൂവ്സ് ഇൻടു ദ ഫണൽ അല്ലേ? കാരണം വാട്ടർ പൊട്ടൻഷ്യൽ കൂടുതൽ എവിടെയാണ്? വാട്ടറിലാണ്. ആസ് കമ്പയർഡ് വിത്ത് സൊല്യൂഷൻ വാട്ടർ പൊട്ടൻഷ്യൽ ഈസ് ഹൈ ഇൻ വാട്ടർ, സോ ദ വാട്ടർ മോളിക്യൂൾ മൂവ് ഫ്രം റീജിയൻ ഓഫ് ഹയർ വാട്ടർ പൊട്ടൻഷ്യൽ ടു റീജിയൻ ഓഫ് ലോവർ വാട്ടർ പൊട്ടൻഷ്യൽ ത്രൂ എ സെമി പെർമിയബിൾ മെമ്പറൈൻ അല്ലേ? അതാണ് എവിടെ നടക്കുന്നത്? ഈ ഒരു എക്സ്പെരിമെന്റിൽ നടക്കുന്നത്. ഓസ്മോസിസ് നടന്നു അല്ലേ? ഇറ്റ് കണ്ടിന്യൂസ് ടിൽ ദ ഇക്വിലിബ്രിയം റീച്ച് അല്ലേ? അത് കണ്ടിന്യൂ ചെയ്യും. അത് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത് വരെ. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? രണ്ടിടത്തും ഈക്വൽ വാട്ടർ പൊട്ടൻഷ്യൽ ആകുന്നത് വരെ ആ പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കും. ഇതൊക്കെയാണല്ലോ ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. If an external pressure is applied from the upper part of the funnel, നമ്മുടെ ഈ പറയുന്ന വെസൽ ഫണലിന്റെ അപ്പർ പാർട്ടിൽ നിന്ന് ഒരു പ്രഷർ എക്സർട്ട് ചെയ്താൽ ദാറ്റ് ഈസ് ദ പോസിറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ അല്ലേ? ഒരു പ്രഷർ നമ്മൾ അതിന്റെ അപ്പർ പാർട്ട് ആ വെസൽ ഫണലിന്റെ അപ്പർ പാർട്ടിൽ നിന്ന് ഒരു പ്രഷർ എക്സർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നോ വാട്ടർ ഡിഫ്യൂസ് ഇൻ ദ ഫണൽ ത്രൂ എ മെമ്പറൈൻ അല്ലേ? ഇവിടെ നിന്ന് ഒരു പ്രഷർ എക്സർട്ട് ചെയ്താൽ സ്വാഭാവികമായിട്ടും അവിടെ ഓസ്മോട്ടിക് എൻട്രി എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് അല്ലേ? ഇവിടെ നിന്ന് വാട്ടർ എങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യത്തില്ല? സെമി പെർമിയബിൾ മെമ്പറൈനിലൂടെ വെസൽ ഫണലിലേക്ക് എൻ്റർ ചെയ്യത്തില്ല ആണല്ലോ. ദാറ്റ് പർട്ടിക്കുലർ പ്രഷർ റിക്വയർഡ് ടു പ്രിവെന്റ് വാട്ടർ ഡിഫ്യൂഷൻ ഈസ് കോൾഡ് ഓസ്മോട്ടിക് പ്രഷർ. അതിനെ വിളിക്കുന്ന പേരാണ് ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ എന്താണ് ഓസ്മോട്ടിക് പ്രഷർ? It is the pressure that is required to stop the passage of water completely. That is called osmotic pressure. അപ്പോൾ external pressure apply ചെയ്തപ്പോഴാണ് എന്ത് സംഭവിച്ചത്? ഇവിടെ നിന്ന് ഹയർ വാട്ടർ പൊട്ടൻഷ്യൽ നിന്ന് ലോവർ വാട്ടർ പൊട്ടൻഷ്യലിലേക്ക് വാട്ടർ എൻ്റർ ചെയ്യാതെ വന്നു. അതിന് കാരണം ആ പ്രഷറാണ്. That pressure is required to prevent the entry of water. That particular pressure is required to stop the passage of water completely. That is called osmotic pressure. Is it clear? അപ്പോൾ osmotic pressure എന്താണെന്ന് മനസ്സിലായല്ലോ. This is the function of solute concentration. More the solute concentration, greater will be the pressure required to prevent water diffusion. Numerically, osmotic pressure is equivalent to the osmotic potential. Osmotic potential equal ആണ് എന്ത്? നമ്മുടെ osmotic pressure. Osmotic potential എന്താണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ആണെന്ന് ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ. അപ്പോൾ ആ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ എന്തിന് ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഓസ്മോട്ടിക് പ്രഷറിന് ഈക്വലന്റ് ആണ്, പക്ഷേ സൈൻ എന്തായിരിക്കും? ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ഓസ്മോട്ടിക് പ്രഷർ എന്താ? പോസിറ്റീവ് ആണ്. ഓസ്മോട്ടിക് പ്രഷർ ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ആണ്, പ്രഷർ പൊട്ടൻഷ്യൽ ആണ്. പ്രഷർ പൊട്ടൻഷ്യൽ എപ്പോഴും പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. പക്ഷേ അത് എന്തിന് ഈക്വൽ ആണ്? നമ്മളുടെ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ അതെന്താണ്? നെഗറ്റീവ് സൈൻ ആയിരിക്കും. ഓസ്മോട്ടിക് പ്രഷർ ഈസ് പോസിറ്റീവ് ആൻഡ് ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ഈസ് നെഗറ്റീവ്. Is it clear?